ഗ്രേസ് ടൈമിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം. ഇന്ന് ഏർലി മോർണിംഗ് മുതലുള്ള നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ വിശേഷങ്ങളിലേക്ക് പോയിട്ട് വരാം. ഇപ്പോൾ സമയം ഒരു 5:30 5:30 എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി മക്കൾ സ്വിമ്മിങ്ങിന് പോകുന്നുണ്ട്, സ്വിമ്മിങ്ങിന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ 6 മണിയുടെ ബാച്ചാണ്. അവർ 6 തൊട്ട് 7 വരെ നീന്തൽ പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പോകുമ്പോൾ നമ്മൾ കുറച്ച് ബൂസ്റ്റ് ഒന്ന് ഞാൻ ഒരു ഫ്ലാസ്കിൽ കൊടുത്തയക്കും. അതാണ് അവർ ക്ലാസ് കഴിഞ്ഞ് ആകെ കഴിക്കുന്ന ഒരു സംഭവം. അവിടുന്ന് നേരെ അവർ സ്കൂളിലേക്ക് സമ്മർ ക്യാമ്പിന് പോയിട്ട് ഒരു 9:15 9:30 ആവും വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. ഇത് കാരണം തന്നെ വെക്കേഷനിലും ഞാനും മക്കളും എല്ലാം നേരത്തെ എഴുന്നേൽക്കുന്ന കാരണം നമ്മുടെ പണികളൊക്കെ വളരെ വേഗം കഴിയും കേട്ടോ. അങ്ങനെ നേരം വെളുത്ത് വരുന്ന ഈ സമയത്ത് അവർ പോയിട്ടുണ്ട്. ഇനി നമ്മുടെ മുറ്റത്ത് കുറച്ച് മണ്ണടിച്ചിട്ടുണ്ടായിരുന്നു. പറമ്പിലൊക്കെ കുറച്ച് മണ്ണ് ഇട്ട് ഒന്ന് സെറ്റാക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി നിന്ന് അകത്തേക്ക് കയറിപ്പോയി ഒന്ന് ഫ്രഷായിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. കാരണം നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എത്രത്തോളം നേരത്തെ എഴുന്നേൽക്കുന്നുണ്ടോ അന്ന് നമുക്ക് ഡേ ടൈം കുറേ കിട്ടുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അതേ സമയത്ത് നമ്മൾ മടി പിടിച്ച് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടാവും, എന്നാലും കട്ടിലേന്ന് എഴുന്നേറ്റ് വരാനുള്ള മടി കാരണം നമ്മൾ കുറച്ച് നേരം കിടന്നാൽ ഒട്ടും ഉറങ്ങുന്നുമില്ല. എന്നാൽ നമ്മുടെ സമയം കുറേ വേസ്റ്റായി പോവുകയും ചെയ്യും. പിന്നെ പണികൾ ചെയ്യുക, ഹറിബറി ആവുക, പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അത് എപ്പോഴാണോ അത് ഇമ്മീഡിയറ്റ് എഴുന്നേറ്റ് വന്ന് നമ്മൾ ആക്റ്റീവ് ആവുകയാണെങ്കിൽ ഡേ ടൈം നമുക്ക് കുറച്ചധികം കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ താമരപ്പൂ ഇന്നും വിരിഞ്ഞ് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിട്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് നേരം ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി നിന്നാൽ നമുക്ക് എല്ലാവർക്കും ഈ ഫീലായിരിക്കും അല്ലേ. ഇതൊക്കെ നോക്കാൻ വർക്കിംഗ് ഡേയ്സൊക്കെ എപ്പോഴാണ് നേരമല്ലേ, ഇറങ്ങുന്നു, റെഡിയാവുന്നു, ഓടുന്നു എന്നൊരു ഓട്ടമല്ലേ. അപ്പോഴത്തേക്കും പാലുകാരൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലൊക്കെ എടുത്ത് പോരുവാണ്. ഇനി നമുക്ക് അവരെത്തുന്ന സമയത്തേക്കൊന്ന് ചായയൊക്കെ വെച്ചാൽ മതി. കാരണം ഹസ്ബൻഡും ആ നേരത്താണ് എത്തുള്ളൂ. ഇനി ഈ ഒരു നേരം കൊണ്ടാണ് നമ്മുടെ കുക്കിങ്ങും പരിപാടിയൊക്കെ ഞാൻ വേഗം അവസാനിപ്പിക്കുക. അതിനിടയ്ക്ക് നമ്മുടെ റൂമൊന്ന് ലിവിങ് റൂമൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. എത്രത്തോളം ആയാലും വൈകുന്നേരങ്ങളിൽ ഈ ടി വിയൊക്കെ കണ്ടിരുന്ന് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അലങ്കോലപ്പെട്ട് കിടക്കുന്നുണ്ടാവും. അടിച്ചുവാരൽ പരിപാടിക്കൊന്നും ഞാൻ നിൽക്കുന്നില്ല. പകരം പെട്ടെന്നൊരാൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ തന്നെ നമുക്കൊന്ന് വീടിനൊരു വൃത്തിയും വെടുപ്പമൊക്കെ വല്ലാണ്ട് തോന്നും. ഒരു അടിച്ചുവാരി തുടച്ചിട്ട ഫീല് തന്നെ നമുക്ക് കിട്ടും. അത് അതാത് സ്ഥലങ്ങളിലൊന്ന് പ്ലേസ് ചെയ്താൽ മതി. അതുപോലെ കുറച്ച് ദിവസത്തെ പേപ്പറൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ പേപ്പറുകളും ഒക്കെ ഒന്ന് മാറ്റി എല്ലാം അതിൻ്റേതായ പ്ലേസിലേക്ക് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ വീടിന് നമുക്ക് ഒരു നല്ല ക്ലീനായിട്ടൊരു ഫീല് കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്ന് ഒരാൾ വീട്ടിലേക്ക് കയറി വന്നാലും നമ്മുടെ വീട് നല്ല ക്ലീനായിട്ടിരിക്കും. ഇത് തലേ ദിവസത്തെ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് കാണുന്ന എന്താ പറയുക ഹാപ്പി ബർത്ത്ഡേയുടെ സ്റ്റിക്കറൊക്കെയാണ്. അത് ഞാൻ പതുക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. മക്കളാണ് ഇന്നലെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ നടത്തിയത്. സാധാരണ നമ്മൾ അവർക്ക് ചെയ്യുന്നു, അവർ നമ്മൾക്ക് ചെയ്യുന്നു, അതാണല്ലോ. ഞാനൊരു കുഞ്ഞ് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്തിടണേന്ന്. അതുകൊണ്ട് അതൊരു ലോങ് വീഡിയോ ഇട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനിതൊരു ഷോർട്ട് വീഡിയോ ആക്കി ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പണ്ട് ഏപ്രിൽ മാസത്തിൽ ബർത്ത്ഡേ വരുമ്പോൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഏപ്രിൽ ഫൂൾ മാത്രമേ ഏപ്രിലുള്ളൂ എന്നായിരുന്നു വിചാരം. അതുകൊണ്ട് തന്നെ ബർത്ത്ഡേ ആരെങ്കിലും ചോദിച്ചാൽ ഏപ്രിൽ എന്ന് പറയും ഭയങ്കര വിഷമമാണ്. പിന്നെ ഇങ്ങനെ ഞാൻ ആലോചിച്ച് കണ്ടുപിടിച്ചു അന്നത്തെ ദിവസത്തിന് വല്ല പ്രത്യേകതയുണ്ടോ. അങ്ങനെ ലോകാരോഗ്യ ദിനം എന്നൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ആരെങ്കിലും ബർത്ത്ഡേ ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാം ലോകാരോഗ്യ ദിനത്തിൻ്റെ അല്ലാതെ പറയാം. അങ്ങനെ രാവിലെ ഇന്ന് എന്തുണ്ടാക്കണം എന്ന വ്യക്തമായ പ്ലാനുകളായിരുന്ന കാരണം നമ്മൾ വളരെ വേഗത്തിൽ നമ്മുടെ പരിപാടികളിലേക്ക് പോവുകയാണ്. കുറച്ച് പുട്ടുപൊടി നമുക്ക് ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പുട്ടാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കണേ. അപ്പോൾ അത് വേഗം ഒന്ന് നനച്ചെടുക്കട്ടെ. ഇപ്രാവശ്യത്തെ പുട്ടുപൊടി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടിയാണ്. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് ഇതുകൊണ്ട് കിട്ടും. ഇനിയിപ്പോൾ ഈ ടീഷർട്ട് ഇട്ടിട്ട് താഴെ വന്ന് കമൻറ്റ് ഇട്ട് എന്നെ നെഗറ്റീവ് അടിക്കല്ലേ, ഇതെന്താ ഗ്രേസ് ടൈമിൻ്റെ സ്റ്റിക്കറും കൊണ്ടുള്ള ടീഷർട്ട് തന്നെ ഇട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ് നിൽക്കുവാണോ എന്ന് ചോദിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു സബ്സ്ക്രൈബറാണ് കേട്ടോ ഇത് അയച്ചു തന്നത്. അപ്പോൾ ഞാൻ വല്ലപ്പോഴും ഇതൊന്നിട്ട് എന്താ പറയുക വീഡിയോയിലെങ്കിലും വന്നില്ലെങ്കിൽ ആൾക്ക് സങ്കടമാവില്ലേ. അപ്പോൾ വേഗം നമുക്ക് നമ്മുടെ പണികളിലേക്ക് പോകാം. പുറത്തിറങ്ങിന്ന് നമ്മുടെ നാളികേരം ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. കുറച്ച് നാളികേരം ഇങ്ങനെ തൊണ്ട്
പൊതിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഞാൻ ഇന്നാൾ എവിടെയോ തൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനെ ചകിരി എന്ന് പറയണേന്ന് പറഞ്ഞു. ഇത് കണ്ടോ, ഇതാണ് കേട്ടോ നമ്മൾ മണ്ണടിച്ചതിൽ കുറേ മണ്ണ് ഇന്നലെ ഇവിടെ ഫുള്ള് നിരത്തലായിരുന്നു പരിപാടി. അതായത് അതുകൊണ്ടാണ് നമ്മൾ വേറെ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. ഒരു ചേട്ടനെ പണിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചേട്ടനും ഞാനും എല്ലാം കൂടി സഹകരിച്ചിട്ട് ഈ സൈഡിലെ മണ്ണ് മുഴുവൻ ബാക്ക് സൈഡ് നമുക്ക് ആ ഇടനയിലയൊക്കെ നമ്മൾ പറിക്കാൻ പോകുന്ന സമയത്ത് അതിങ്ങനെ ഒരു കുഴിയിലേക്കല്ലായിരുന്നോ, അതൊക്കെ ഒന്ന് മാറ്റി അതൊക്കെ ഒന്ന് നികത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്ന മുളക് തൈക്കൊക്കെ നല്ല ഉഷാറാവും. ഇത് നമ്മുടെ അവിടെയുള്ള തെങ്ങിൻ്റെ സൈഡിൽ തടത്തിൽ വെച്ച് കൊടുക്കണ മുളക് നിറയെ മുട്ടുകൾ വന്നിട്ടുണ്ട്, പൂക്കൾ വന്നിട്ടുണ്ട്. ഇനി മുളക് നിറയെ ഉണ്ടാവും. ഇപ്പോൾ കണ്ടില്ലേ, ഇടനെയൊക്കെ മണ്ണിൻ്റെ മുകളിലായി. ഈ സൈഡിലെ മുളക് തൈയൊക്കെ ഇനി ഉഷാറായിട്ടുണ്ടാവും. നമ്മൾ പറയില്ലേ ചുമന്ന മണ്ണ് എത്തിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവുമെന്ന്, അങ്ങനെ ഉണ്ടാവട്ടെ, അതാണ് ഒരാഗ്രഹം. ഇനി കുറച്ച് മണ്ണൂടെ ഫ്രണ്ടിലുണ്ട്, അത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇനി കുറേശ്ശെയായിട്ട് സൈഡിലിട്ട് നികത്താമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്താ പറയുക, ഒരു കായികാധ്വാനവും കൂടെ കിടക്കട്ടെ അല്ലേ. അങ്ങനെ നമ്മൾ പുട്ടിനാവശ്യമുള്ള തേങ്ങയൊക്കെ ചിരകിയെടുത്തു. ഇനി പുട്ടുണ്ടാക്കാം. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് നിങ്ങളെന്താ ഉണ്ടാക്കിയിരിക്കണേ? പുട്ട് എളുപ്പപ്പണിയാണ്, പുട്ട് ഇഡ്ഡലിയൊക്കെയാണ് എളുപ്പപ്പണി. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും പഞ്ചസാരയിട്ട് കഴിക്കുന്ന പരിപാടിയില്ല. അത് കാരണം നമ്മൾ എന്തുണ്ടാക്കിയാലും അതിൻ്റെ കൂടെ കറി ഉണ്ടാക്കണം. സാധാരണ കുട്ടികളൊക്കെ പഞ്ചസാര ഇട്ട് കഴിക്കില്ലേ, അത് നല്ലതല്ല എന്നുള്ള കാര്യം കൊണ്ട് ചെറുപ്പത്തിൽ ഞാൻ ശീലിപ്പിക്കാത്തതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പുട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന് മക്കളെ സ്വിമ്മിങ് കഴിഞ്ഞ് നേരെ സ്കൂളിലാക്കിയിട്ട് ഇച്ചു നേരെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരാൾ കൊക്കോയ്ക്കാണ് പോണത്, ചെറിയ ആൾ. മൂത്ത ആൾ ബാസ്ക്കറ്റ് ബോളിൻ്റെയാണ് സമ്മർ ക്യാമ്പിന് പോണേ. ഇതൊന്നും വലിയ സ്പോർട്സ് താരങ്ങളാക്കാനൊന്നുമല്ല, കുട്ടികൾക്കൊരു എക്സസൈസും അല്ലെങ്കിൽ അവർക്കൊരു ഹെൽത്ത് ഉണ്ടാവുക, അത് മാത്രമേ നമ്മുടെ മനസ്സിൽ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ ഇത് വലിയ സംഭവമായി നമ്മൾ അങ്ങനെയൊന്നുമല്ല കേട്ടോ. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ളതിന് വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 9:30 ആകുമ്പോൾ അവർ ഫ്രീ ആയി വീട്ടിലെത്തുകയും ചെയ്യും. അവർക്ക് ഫുൾ ടൈം ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കുന്ന ആ ഒരു ഫീലും ഉണ്ടാവില്ല. ഡേ ടൈം അവർ ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഇച്ചു നേരത്തെ വന്നതോടുകൂടി ഇപ്പോൾ സമയം ഒരു 7:10 ആയിട്ടേ ഉള്ളൂ കേട്ടോ. ആ 7:10 സമയമായപ്പോഴത്തേക്ക് ഇച്ചു എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ടുണ്ടാക്കൽ പരിപാടി ഇവിടെ തകൃതിയായി നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു ചായ വെക്കണം. കാരണം ഇച്ചു ആ നേരത്തെ പോയപ്പോൾ ചായ കുടിക്കാതെ പോയിരിക്കണം. അപ്പോൾ ഞങ്ങളൊരു കട്ടൻ ചായയൊക്കെ കഴിച്ചിട്ടാണ് അപ്പോൾ പോവാറ് സാധാരണ. ഇന്ന് അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ വേഗം ഞാനൊരു ചായയൊക്കെ വെച്ചിട്ട് ഇനി ഒന്ന് കൊണ്ട് കൊടുക്കട്ടെ. നമ്മൾ പറയില്ലേ, ഒരുമിച്ചുള്ള സമയങ്ങളിൽ എങ്ങനെയാണ് ക്വാളിറ്റി ടൈം മെയിൻറ്റെയിൻ ചെയ്യുക, ഇങ്ങനെ ബിസി ഷെഡ്യൂൾ ലൈഫിൽ നമ്മളെങ്ങനെയാണ് സമയം കണ്ടെത്തുക എന്നൊക്കെ ഓരോരുത്തർ കമൻ്റായിട്ട് ചോദിക്കില്ലേ. എനിക്ക് വലിയ ലോങ് പറഞ്ഞു തരാനോ വലിയ മോട്ടിവേഷൻ എക്സ്പീരിയൻസോ അങ്ങനെയൊന്നും അല്ലെങ്കിലും നമുക്ക് കിട്ടുന്ന ഒരല്പസമയമാണെങ്കിലും അതൊന്ന് ഒരുമിച്ച് നിൽക്കാൻ നോക്കുക. പിന്നെ പരമാവധി വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഇച്ചുവാണ് കേട്ടോ. കാരണം എനിക്കെല്ലാം പറയാൻ പറ്റും. എന്താ പറയുക, ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മുകളിലുള്ള സർവ്വ വിശേഷങ്ങളും ഇവിടെ പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ഫ്രീ ആണ്. നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതിനുള്ള സമയങ്ങൾ കണ്ടെത്തുക. അങ്ങനെയാവുമ്പോൾ നമ്മുടെ ലൈഫ് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഉള്ള സമയം സന്തോഷമായിട്ട് നമുക്കിരിക്കാൻ പറ്റും. ആ നേരം കൊണ്ട് ഞാൻ ഇന്ന് നമ്മുടെ പുട്ടിന് കടലക്കറിയാണ് വെക്കുന്നത് കേട്ടോ. പുട്ടിന് കടല, ഞാൻ പറഞ്ഞില്ലേ പഞ്ചസാര ഇട്ടുള്ള പരിപാടിയൊന്നുമില്ല. അപ്പോൾ പഴം ഉണ്ടെങ്കിൽ പോലും പഴം കൂട്ടി കഴിക്കാൻ തീരെ ഇഷ്ടമല്ല. ചെറിയ ആൾ കഴിക്കുകയില്ല, മൂത്ത ആൾക്ക് പിന്നെയും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് പുട്ടും കടലയും. ഇനി പുട്ടും കടലയും ഉണ്ടാക്കുമ്പോൾ കടലയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. തുത്തു കടലയുടെ ഓരോ കടലയുടെയും തൊണ്ട് കളഞ്ഞിട്ടാണ് കഴിക്കുക. ഞാൻ ആലോചിക്കും, ദൈവമേ എങ്ങനെ ഇത്ര ക്ഷമ കിട്ടുക, ഓരോ കടലയെടുത്ത് വെച്ച് തൊണ്ട് പറക്കി കളയാൻ എന്നോട് ആദ്യം കളഞ്ഞു തരാൻ പറയും. നടക്കണ പരിപാടിയല്ലാത്തതാണ്. പണ്ട് പക്ഷേ ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ ഓറഞ്ചിൻ്റെ തൊണ്ട് കളഞ്ഞ് അല്ലിയായിട്ട് കൊടുക്കില്ലേ, അത് പിന്നെ എളുപ്പം. എന്നാൽ ഈ കടല എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കും. പക്ഷേ അവൾ കൃത്യമായി നമുക്ക് പ്ലേറ്റ് തിരിച്ചു തരുമ്പോൾ അറിയാം സൈഡിലിങ്ങനെ തൊണ്ടൊരു കൂനയായിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ പുട്ടും കടലയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി മക്കൾ വരുന്നതിന് മുമ്പ് ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒരുമിച്ച് ഉള്ള സമയം എന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ചുണ്ടല്ലോ. ഇച്ചുവിന് 9 മണിയാകുമ്പോൾ ജോലിക്ക് പോയാൽ മതി. അപ്പോൾ ഞങ്ങൾ ഇരുന്ന് കുറച്ച് നേരം ടി വിയൊക്കെ കണ്ട് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അങ്ങനെ ഇന്നിനി എനിക്ക് അടുത്ത ഒരു പരിപാടി മനസ്സിൽ ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഒന്ന് റീസെറ്റ് ചെയ്യാനുണ്ട്. സാധാരണ എപ്പോഴും എന്നോട് ചോദിക്കുന്ന പോലെ ഞാനിങ്ങനെ ബെഡ്റൂമുകൾ അധികം കാണിക്കുന്നില്ല അങ്ങനെയൊക്കെ പറയാറില്ലേ. പക്ഷേ നിങ്ങൾക്ക് കാണാൻ ഏറ്റവും ഇഷ്ടം എൻ്റെ കിച്ചണും ലിവിങ് റൂമും അല്ലേ. അതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ ഞാൻ ആ ഏരിയ മാത്രം കാണിക്കുന്നത്. പക്ഷേ ഇന്ന് ഈ മാസ്റ്റർ ബെഡ്റൂം റീസെറ്റ് ചെയ്യേണ്ടത് ഒരു കാര്യമുണ്ട്. കാരണം ഞങ്ങൾ
ഞങ്ങളുടെ വോട്ട് ഇലക്ഷൻ നടക്കുന്നത് ഇരിങ്ങാലക്കുടയാണ് കേട്ടോ. ഞങ്ങളിങ്ങോട്ട് മാറ്റിയിട്ടില്ല. അപ്പോൾ ഇരിങ്ങാലക്കുടയ്ക്ക് വോട്ടിന് വേണ്ടിയിട്ട് നാളെയാണ് വോട്ടെടുപ്പ്. അപ്പോൾ അതിൻ്റെ തലേദിവസം വൈകിട്ട് ഞങ്ങൾ ഇരിങ്ങാലക്കുടയ്ക്ക് പോകും. ഇരിങ്ങാലക്കുടയ്ക്ക് പോയിട്ട് വോട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഡാഡിനെ മമ്മീനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് 2 ദിവസത്തേക്ക് നിൽക്കാനായിട്ട്. അപ്പോൾ ഡാഡി മമ്മിയും വരുമ്പോഴത്തേക്ക് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമാണ് ഡാഡിക്കും മമ്മിക്കും കൊടുക്കുക. അപ്പോൾ ആ ഒരു ബെഡ്റൂമിനെ കുറച്ചൊന്ന് സെറ്റ് ചെയ്യാനുള്ളത് ഡാഡിക്ക് കംഫർട്ടബിൾ ആകുന്ന രീതിയിലേക്ക് നമുക്ക് ബെഡ്റൂം ഒന്ന് മാറ്റണം കേട്ടോ. കാരണം ഡാഡിക്ക് ഇറങ്ങാനും അതുപോലെ തന്നെ ഡാഡിക്ക് കിടക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളിലേക്കൊന്ന് മാറ്റണം. അതിനുവേണ്ടി നമ്മൾ ഓൾറെഡി ഉപയോഗിക്കുന്ന ആ ഒരു മെത്തേഡൊന്ന് മാറ്റി ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊന്ന് റീസെറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ആദ്യം ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഒന്ന് വിരിച്ചിട്ടുണ്ട്. നമുക്ക് ഈ 2 വിൻഡോ തുറന്നിട്ട് തന്നെ മുറിക്ക് അത്യാവശ്യം നല്ല വെളിച്ചമാണ്. അതുപോലെ തന്നെ കാറ്റും കിട്ടും. ഇപ്പോൾ കാറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഒരു രക്ഷയില്ല. ഒരു ഇല പോലും അനങ്ങുന്നത് കാണാനില്ല. ഈ സൈഡിലാണ് എൻ്റെ ഒരു ലൈബ്രറി ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വായിക്കുന്ന ബുക്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ബുക്സൊക്കെ കൂടെ എന്നാ വായിക്കണേന്ന് ചോദിച്ചാൽ അങ്ങനെ പറയരുത്. ഒഴിവ് കിട്ടുമ്പോഴാണ് വായന. ഇപ്പം ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചതാണ്. ഈ റൂമിൽ ലൈറ്റ് ഇടാതിരുന്നാൽ അത്രയും വെളിച്ചമുണ്ട്. ഇപ്പം നമ്മൾ ആ ബ്ലൈൻഡ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇനി കംപ്ലീറ്റ് കർട്ടൻ ഉയർത്തി വെക്കുവാണെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല, നല്ല വെളിച്ചം ഉണ്ടാവും. ഇപ്പോഴത്തെ കട്ടിൽ ഇതാണ്. നേരത്തെ ഞാനത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ കട്ടിൽ കംപ്ലീറ്റ് കാണിച്ചിരുന്നില്ല. കാരണം മമ്മിക്ക് ബെഡിൽ കിടക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞിക്കട്ടിൽ മെത്തയില്ലാതെയാണ് മമ്മി കിടക്കുക. അതുകൊണ്ടാണ് അതും ഒന്ന് റെഡിയാക്കി വെച്ചത്. അപ്പോൾ നമ്മുടെ പാരൻസ് വരുമ്പോൾ അവരുടെ കംഫർട്ടബിളാണ് നമ്മൾ നോക്കണം. കാരണം നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ കംഫർട്ടബിൾ നോക്കിയിട്ടല്ലേ അവരെല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കണേ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാനിവിടെ ബാഗൊക്കെ ഉണക്കാൻ വെച്ചിരുന്നതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവർ സ്വിമ്മിങ്ങിന് പോയിട്ട് ഡ്രസ്സ് അതിനകത്ത് വെക്കുന്ന കാരണം നല്ല നനവുണ്ടായിരിക്കും കേട്ടോ. ആ നനവ് കൊണ്ടാണ് ബാഗൊന്ന് ഉണക്കാനായിട്ട് വെച്ചിരുന്നത്. ഇപ്പോൾ ദേ മക്കൾ 2 പേരും സ്പോർട്സും പ്രാക്ടീസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി അവരുടെ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും രാവിലെ തന്നെ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഒന്ന് വ്യക്തമായിട്ടൊന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇതിപ്പം പിന്നെ വീഡിയോ എടുത്ത് തുടങ്ങുന്നത് ഈവനിങ്ങിലാണ്. ഈവനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇരിങ്ങാലക്കുടയ്ക്ക് പോകണം. ഞാൻ പറഞ്ഞല്ലോ, വീടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം ഒതുക്കി വെച്ചിട്ട് ഇനി നമ്മൾ വരിക നാളെ വൈകുന്നേരമാണ്. നാളെ വൈകുന്നേരത്തേക്ക് എത്തുമ്പോൾ ഡാഡി മമ്മി ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇരിങ്ങാലക്കുടയ്ക്കുള്ള യാത്ര കുട്ടികൾ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ഹറിബറിയായിട്ട് റെഡിയാവും. കാരണം തറവാട്ടിലേക്ക് പോകാമെന്ന് വെച്ചൊരു വല്ലാത്ത ആവേശമാണേ. അപ്പോൾ ഈ ഒരു യാത്രയിൽ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഇലക്ഷൻ ക്യാമ്പയിനുകളുടെ വലിയ വലിയ കാര്യങ്ങൾ കാണാം. ഇത്രയും ദിവസം നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഇലക്ഷന് വേണ്ടിയിട്ട് ആളുകൾ വരുമ്പോൾ നമ്മൾ പറയും, എല്ലാം കേട്ടിട്ട് അവസാനം പറയും വോട്ട് ഇവിടെയല്ല കേട്ടോ, വോട്ട് ഇരിങ്ങാലക്കുടയാണ് കേട്ടോ, അവസാനം പറയാം. കാരണം അവർ ആദ്യം പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്ത പോലെ ഫീൽ ചെയ്യില്ലേ. അങ്ങനെ എല്ലാവരും വോട്ട് ചെയ്തുവോ? എനിക്ക് വോട്ട് ചെയ്യാനുള്ള കാര്യത്തിൽ എനിക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് കോമൺ ആയിട്ട് നമ്മുടേതായ ഒരു ഒപ്പീനിയൻ ഈ രാജ്യത്ത് നമുക്കും നമ്മുടെ വാക്കുകൾക്കും ഒരു വിലയുണ്ട് എന്ന് തോന്നുന്ന ഒരേ ഒരു സമയം ഈ ഇലക്ഷൻ്റെ സമയമാണ്. അല്ലാത്ത സമയത്തൊന്നും തോന്നാറില്ല. കാരണം അതിൻ്റേതായ വഴിക്ക് നടക്കും. ഈ സമയത്തല്ലേ നമ്മൾ മോഹന വാഗ്ദാനങ്ങളൊക്കെ കാണാറുള്ളൂ. എന്തായാലും നമുക്ക് അധ്വാനിച്ച് നമുക്ക് ജീവിക്കാം. അതുതന്നെയാണ് നമ്മുടെ പോളിസി. അങ്ങനെ ഞങ്ങൾ തറവാട്ടിലെത്തിയിട്ടുണ്ട്. തറവാട്ടിലെത്തിയപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു പാർക്കിംഗ് ഏരിയ ആണ്. ആ പാർക്കിംഗ് ഏരിയയിൽ നിറയെ വണ്ടികൾ കിടക്കുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ വീട് കറക്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ. നമ്മുടെ ലാൻഡ്മാർക്ക് പറയുന്ന പോലെ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന വലിയ മാവുള്ള വീട്. അങ്ങനെയാണ് നമ്മൾ തറവാടിനെ കുറിച്ച് പറയുക. അങ്ങനെ തറവാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയയിൽ കംപ്ലീറ്റ് നാളത്തെ ഇലക്ഷൻ വർക്കിനുള്ള പോലീസിൻ്റെ വണ്ടികളാണ് ഈ കിടക്കുന്നത് മുഴുവൻ കേട്ടോ. അപ്പുറത്തെ പറമ്പിലേക്ക് കിടക്കുന്ന ഈ ഒരു പാർക്കിംഗ് ഏരിയയിൽ കിടക്കുന്ന വണ്ടി മുഴുവൻ പോലീസ് വണ്ടികളാണ്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു രാത്രിയാവുന്നതോടുകൂടി അത് നിറച്ച് വണ്ടികളാവും. അങ്ങനെ ഞങ്ങൾ വരുന്നതും കാത്ത് മമ്മി ഇങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഡാഡി മമ്മിയും ഈ വാതിലിൻ്റെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായി ഇരിക്കുന്നത് തന്നെയാണ് തറവാടിൻ്റെ ഐശ്വര്യം എന്ന് പറയും. അങ്ങനെ ഞങ്ങളവിടെ ഇരിക്കുമ്പോഴത്തേക്ക് മമ്മി വേഗം കുറച്ച് മാമ്പഴം ചെത്തി തരികയായിരുന്നു കേട്ടോ. മാമ്പഴം മൂത്ത ചേട്ടൻ്റെ പറമ്പിൽ പലതരത്തിലുള്ള മാവുണ്ട്. അതായത് കുളമ്പ് മാവ്, അല്ലെങ്കിൽ എന്തെന്നാ പറയുക, പിന്നെന്തൊക്കെയോ ബഡ് മാവുകൾ, അങ്ങനെ കുറേ വെറൈറ്റി മാമ്പഴങ്ങളുണ്ട്. ആ മാമ്പഴങ്ങൾ നമുക്ക് തരുന്നതിനോട് കൂടി കുറച്ച് കഥകൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് മമ്മി. അതായത് പണ്ട് മാങ്ങാണ്ടിയാണ് ചെത്തി കഴിക്കുന്നുണ്ടായിരുന്നത്. മമ്മിയുടെ കയ്യിൽ നിന്ന് മാങ്ങ നമുക്കെല്ലാം പൂളി തന്നിട്ട്. അപ്പോൾ മമ്മി പറയുകയാണ്, കുറച്ച് ഉണ്ടെങ്കിലും അമ്മമാർക്ക് ഇത് കഴിക്കുമ്പോൾ വയറ് നിറയുന്നുള്ള കാര്യങ്ങൾ പറയുമായിരുന്നു.
ഇനി വീടിൻ്റെ സൈഡിൽ നിൽക്കുന്ന പ്ലാവിൽ നിറച്ച് ചക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനും മമ്മിയും കൂടെ പോയിട്ട് ഒരു ചക്ക ഇട്ടതാണ്. കാരണം ഒരു ചക്ക ഉപ്പേരി വൈകുന്നേരം വെക്കാം എന്നൊരു പരിപാടിയിൽ പോയിട്ട് ഒരു ചക്ക ഇട്ട് ഞങ്ങൾ ചക്കയൊക്കെ വെട്ടിപ്പറിച്ചിട്ട് നമുക്കൊരു ഉപ്പേരി വെക്കാം എന്ന് വിചാരിക്കുകയാണ്. കാരണം സന്ധ്യ ആകുമ്പോഴത്തേക്കും അതൊക്കെ ഇരുന്ന് കഴിക്കാമല്ലോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ടോട്ടലി ഫ്രീ ആണ്, ബാക്കി പണികളൊന്നുമില്ല. പിന്നെ നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ അങ്ങനെ അങ്ങോട്ട് ചെയ്യുക. അപ്പോൾ ഇത് കോടാലിക്ക് വെട്ടാൻ എനിക്കറിയില്ല. മമ്മിക്ക് ശരിക്കും പറഞ്ഞാൽ തണ്ടൽ വേദനയുള്ളതാ ദൈവമേ. എന്നാലും ആ കോടാലിക്ക് എങ്ങനെയാണ് മുറിക്കാമെന്ന് മമ്മി കാണിച്ചു തന്നാണ് കേട്ടോ. ഇത് കാണിക്കുമ്പോൾ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര പേടിയുണ്ടായിരുന്നു. കാരണം നടുവിന് വേദന വരാൻ ഈ ഒരൊറ്റ കാര്യം മതി. നമ്മൾ പക്ഷേ ഒന്ന് കോടാലി വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ ഇത് 10 കഷ്ണമായിട്ട് എന്താ പറയുക ചന്നം പിന്നായി പോകുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എന്താ പറയുക സാഹസത്തിന് മുതിർന്നില്ല. അങ്ങനെ കുഞ്ഞു ചുളയായിരുന്നു, ഭയങ്കര ചെറുതായിരുന്നു. എന്നാലും ഒരുമിച്ചിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞത് നന്നാക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമില്ലേ, അത് വല്ലാത്തൊരു സുഖമാണ്. അങ്ങനെ ഈ വീടിൻ്റെ പ്രത്യേകതയിൽ എനിക്ക് എപ്പോഴും തോന്നും, ഫ്രണ്ടിലേക്കായാൽ ടൗണാണ്. ആ ഫ്രണ്ടിൽ ആ NHൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള വീട്, ബാക്ക് സൈഡിലായ ഒരു ഗ്രാമത്തിൻ്റെ എന്താ പറയുക ആ ഒരു സൈലൻസും പീസ്ഫുള്ളും ഒക്കെ നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യും. പുറത്തിറങ്ങിയിരുന്ന നല്ല കാറ്റാണ്, പുറത്ത് മരങ്ങളൊക്കെ ഉള്ള കാരണം ഇവിടെ ഇറങ്ങിയിരിക്കുമ്പോൾ ആ ഒരു തിക്കും തിരക്കിൽ നിന്നൊക്കെ പോരുന്നൊരു ഫീലാണ്. അങ്ങനെ തുത്തിയും കൂടെ എൻ്റെ കൂടെ ചക്ക നന്നാക്കാനായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ എന്ന് വെച്ചാൽ ചക്കയുടെ ചുളയുടെ കൂടെ തന്നെ നമുക്ക് കുരുവും അരിഞ്ഞിടാൻ പറ്റുമല്ലോ, ആ പരുവത്തിലാണ്. അപ്പോഴാണ് അവിടെ ഒരു പാഷൻ ഫ്രൂട്ട് പഴുത്ത നിൽക്കുന്നത് തുത്ത് കണ്ടത്. ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ പുറം ഒരു തരം റെഡ് കളറാണ്, അതിൻ്റെ ഉള്ളിൽ ഒട്ടും പുളിപ്പില്ല, നല്ല രസമായിട്ട് കഴിക്കാൻ പറ്റും. എന്നാലും ഈ പാഷൻ ഫ്രൂട്ടിൽ പഞ്ചസാര ഇട്ട് കഴിക്കാമെന്ന് വെച്ചാൽ വല്ലാത്തൊരു ഫീൽ തന്നെയല്ലേ. ഇഷ്ടമുള്ള എത്ര പേരുണ്ടാവും? എനിക്ക് നല്ല ഇഷ്ടമാണ്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ സ്പൂണിൽ കോരി തിന്നുക. ഇതിൽ പഞ്ചസാര വേണ്ടി വന്നില്ല, കാരണം ഒട്ടും പുളിപ്പില്ല, നല്ല രസമുണ്ട്. തുത്തുവിന് അത്ഭുതമായിരുന്നു, ഇങ്ങനെ മധുരമുള്ള പാഷൻ ഫ്രൂട്ട് ഉണ്ടോ അമ്മച്ചിന്നൊക്കെ. എന്തായാലും നമ്മൾ തൈ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറ്റൂരത് വെച്ച് പിടിപ്പിക്കണം. അങ്ങനെ ഇനി ഒരു 3-4 പാഷൻ ഫ്രൂട്ടും കൂടി ഉണ്ടായി കിടക്കുന്നുണ്ട്. അങ്ങനെ പാഷൻ ഫ്രൂട്ടിൻ്റെ കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിയുന്നതോടുകൂടി നമ്മുടെ ചക്ക നന്നാക്കലും എന്താ പറയുക അരിയലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് ഉപ്പേരി വയ്ക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ആ നേരം കൊണ്ട് ഞാനൊന്ന് പിന്നാമ്പുറത്തുള്ള അല്ലെങ്കിൽ സൈഡിലുള്ള ചെടികളും അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികളും അടുക്കള തോട്ടം ഒന്ന് നനയ്ക്കാനായിട്ട് ഇറങ്ങിയതാണ്. നിറച്ച് ചീര ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ വെണ്ടയും പാവലും ഒക്കെ മമ്മി നട്ടിട്ടുണ്ട്. അപ്പോൾ സന്ധ്യയ്ക്ക് അതൊക്കെ ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ, തറവാട്ടിൽ പോകുന്ന വിശേഷങ്ങൾ അതൊക്കെയാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഡാഡിയും മമ്മിയും കുറ്റൂർ എത്തിയിട്ടുണ്ടാവും. പിന്നെ അവിടുത്തെ വിശേഷങ്ങൾ കാണാം. എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഗ്രേസ് ടൈം. താങ്ക് യു.